തണുത്ത വെള്ളം. ഇപ്പോഴാ പറ്റിയ സമയം, ആരുമില്ല. എന്തൊരു ആശ്വാസം. ആരപ്പത്? ബാബോ? ഞാനെന്നാണേ. അല്ല, എല്ലാ നോമ്പിന് ഫസ്റ്റ് വരലുണ്ടല്ലോ, പ്രാവശ്യം നേരം വൈകി. അത് പിന്നെ വല്യമ്മ ഞാനേ ഒരു പണിക്കൊക്കെ കേറി, അപ്പൊ അങ്ങനെ നേരം വൈകിയാണ്. പണിക്കൊക്കെ പോലെ തുടങ്ങിയോ? പിന്നെ എന്തൊക്കെയാ വർത്താനം? നോമ്പൊക്കെ ഉണ്ടോ എനിക്ക്? വല്യമ്മ നോമ്പൊക്കെ ഉണ്ട്, ഒന്നും പറയണ്ട. ഇപ്പോഴാണ് തീരെ ഭയങ്കര ക്ഷീണം. എന്ത് ക്ഷീണം വന്നാലും നോമ്പ് മുറിച്ചാതെ നോക്കണട്ടാ. അതൊക്കെയാ നോക്കിയോണ്ടി. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം വല്യമ്മ നിങ്ങളിങ്ങനെ ക്ഷമിക്കണം. എനിക്ക് കുറച്ച് വെള്ളം കൊടുന്നു തരുമോ? എനിക്ക് തീരെ വെച്ച ആരോടും പറഞ്ഞു കേട്ടോ. എന്താ ബാബു, എനിക്ക് നോമ്പില്ലേ? വല്യമ്മ നോമ്പൊക്കെ ഉണ്ട്, ഇപ്പൊ തീരെ വെച്ച നിങ്ങൾ എങ്ങനെയാലും കുറച്ച് വെള്ളം. എന്നാലേ ഈ വെള്ളം ഞാൻ ഇപ്പൊ കിണറ്റിന്ന് കോരിയാണ്. നല്ല തണുത്ത വെള്ളമാണ്, ഇപ്പൊ ആരില്ല. കുടിച്ചോ? ആയിക്കോട്ടെ. എന്ത് തണുപ്പ് വല്യമ്മ. വല്യമ്മ നിങ്ങളെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിട്ടോ? കുടിച്ചോ വേഗം, ഞാൻ നോക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു ആശ്വാസം ആയില്ലേ? വല്യമ്മ അപ്പൊ നല്ല ആശ്വാസം ഉണ്ട്. ആരോട് പറയട്ടോ? ഞാൻ ഇങ്ങനെ ആരോട് പറയൂടാ, നമ്മൾ അങ്ങനെയുള്ള ബോണ്ടല്ലേ. ആയിക്കോട്ടെ വല്യമ്മ, ഞാൻ പോയി. ഇവിടെ ഞാൻ ഉള്ളിടത്തോളം കാലേ ആരും ഇവിടെ നന്നാവാതെ നിൽക്കാൻ പാടില്ല. ഞാൻ എന്റെ മാടി ഇപ്പൊ തന്നെ വിളിച്ചാൽ. അല്ലാ, ഈ നോമ്പൊക്കെ നോറ്റിക്കാണ്ട് ബാക്കിയുള്ളപോലെ എങ്ങനെ പഠിച്ചോലെ ഇവിടെ നിക്കണ്ട്. മനസ്സാ പിന്നെ അത് പിന്നെ തീരെ വെച്ച മനസ്സാ, ഭയങ്കര ക്ഷീണുണ്ട്, തീരെ വെച്ച. അതിനിപ്പോ എന്താ, അത് കുറച്ചേരം കിടന്നാ മതി, അത് മാറിക്കോളും. അതല്ല മനസ്സാ, ഭയങ്കര ക്ഷീണുണ്ട്. ഞാൻ ഇപ്പൊ തല കറങ്ങി പോകും. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചട്ടെ. നോമ്പ് മുറിച്ചാനോ? അല്ലാ, അതൊന്നും വേണ്ട. എന്താ മനസ്സാ, ഇന്ന് മാത്രല്ലേ? ഇന്ന് ഭയങ്കര ക്ഷീണായിട്ടല്ലേ? പെയ്ക്കൊടുന്ന് ഇന്നേ വരെ ഈ പെരിയില്ലേ ഞാനല്ലാതെ വേറെ ആരും നോമ്പ് മുറിച്ചാനും ഞാൻ അയച്ചിട്ടില്ല. അല്ല അങ്ങനല്ല, ഇതുവരെ ആരെയും നോമ്പ് മുറിച്ചാനും ഞാൻ അയച്ചിട്ടില്ലാന്നേ. മാറിയതാ. നിങ്ങളൊരു മാറല്. ഞാൻ ഇപ്പൊ ഇവിടെ തല കറങ്ങി പോകും. അപ്പൊ ഞാനോട് പറയാ കുറച്ചേരം പോയി കണ്ട് കിടന്നുറങ്ങിക്കോന്ന്. ഈ മനസ്സിലോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറയാതെ വെള്ളം കുടിച്ചാൽ മതി. മനസ്സപ്പ ചാവും. ആടി നബീസ, ചിന്നപ്പോ വന്നാ കുറച്ചും പാടി വറക്കണ്ട് കൊണ്ടുവരാന്. ബാ. സുബ്ഹാനല്ലാ, വർഗോ ഇന്നെക്കൊണ്ടൊന്നും വെച്ച, അല്ലെങ്കിൽ ഞാൻ അവിടെ തല ഇറങ്ങി പോകും. അനക്ക് വെച്ചാണോ? ഇന്റെ കൂടെ ഒറ്റക്കൊന്നും വെച്ചൂല, വേഗം മതിയായിരിക്കും. അപ്പൊ വല്യമ്മ നിങ്ങളോടല്ലോ പറഞ്ഞു വെച്ചാന്ന്. നിങ്ങൾ അത്ര ആരോഗ്യം വെച്ചില്ല. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാതെ അവർക്ക് ഇങ്ങനെ കുത്തറണോ? ഞാനാണെങ്കിൽ പുറത്തേക്ക് എല്ലാ പണിയെടുക്കണില്ലേ, അതുകൊണ്ട് എന്റെ ആരോഗ്യം എങ്ങനെ. ഇച്ചൊന്ന് വെച്ച വല്യമ്മ, നമ്മളത് പൊയ്ക്കാനെ അവിടുന്ന്. അന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഒരു ക്ഷീണം. ജൗത്ത് ബക്കറ്റിലത്തെ കഞ്ഞിൻ്റെ പോയി കുടിച്ചാളെ. എന്നാൽ ഈ തള്ളക്ക് എങ്ങനെ ഇതൊക്കെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്? നോമ്പ് നോറ്റി ഉച്ചയായപ്പോൾ നാളെ ക്ഷീണം തുടങ്ങി. എന്നൊക്കെ വേണ്ട പണി. ഈ തള്ള വല്യമ്മക്ക് എന്തോ ഒരു തരികടുണ്ട്, വെല്ല പോയോക്കട്ടെ. ഇന്റെ ആരോഗ്യത്തെ രഹസ്യം എന്താന്ന് ആർക്കും അറിയില്ലല്ലോ. ആരുമില്ല, വേഗം കുടിച്ചിട്ടെ. ഇപ്പോഴൊരാശ്വാസമായി.
അൽഹംദുലില്ലാ ഹൈറ്. വല്യമ്മ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ജമീല അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ ഇതായിരുന്നല്ലോ നിങ്ങളെ ആരോഗ്യത്തിന്റെ രഹസ്യം. അസർ വാങ്ങിക്കൊടുത്തല്ലേ അപ്പൊ ഞാൻ ഒന്നും ഉണ്ടാക്കിനു. നിങ്ങൾ ഒന്നും ഉണ്ടാക്കല് ഇപ്പൊ ഞാൻ കണ്ടല്ലോ നിങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളെ പാത്തുമോനോട് ആശാദനോട് സൂറാബിനോട് എല്ലാരോടും പറയും. ജമീല പോലെ എനിക്ക് സക്കാത്തിന് പൈസ കൂട്ടിത്തരാം പോലെ.